നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഐബുകൾ മറച്ചു വെക്കണം. വേറെ ഒരാൾക്കൊരു ന്യൂനതയുണ്ടെങ്കിൽ അത് പുറത്തു പറയുന്നവനാകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ മഹാന്മാരെ വാചകം മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്, പറയുകയാണ്, ലാ തസ്ഹബ് മിനന്നാസി ഇല്ലാ മൻ യക്തുമു സിർറക. ഓ മനുഷ്യ, നീ ഒരാളെ കൂടെ കൂടുമ്പോ നിന്റെ രഹസ്യം മൂടിവെക്കുന്നവന്റെ കൂടെ മാത്രമേ നീ ജീവിക്കാവൂ. വയസ്തുറു ഐബക, നിന്റെ ന്യൂനത മറച്ചു വെക്കുന്നവന്റെ കൂടെയാണ് നീ ജീവിക്കേണ്ടത്. നിനക്ക് വല്ല മുസീബത്തും വരുമ്പോ നിന്നെ സഹായിക്കുന്നവന്റെ കൂടെയാണ് നീ ഉണ്ടാകേണ്ടത്. അതെനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണമെന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോ അത് അവന് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലായ അങ്ങനെയുള്ള സ്നേഹിതന്മാരാണ് ആവശ്യം. അതെനിക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നവനല്ല, അത് അവന് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നവനാവുക. നിങ്ങൾ കേട്ടിട്ടില്ലേ അബുൽ ഹസൻ നൂരി റളിയല്ലാഹു അൻഹുവിനെ രാജാവിനോട് ഫിത്നയും ഫസാദും പറഞ്ഞു അബുൽ ഹസൻ നൂരി അടക്കമുള്ള കുറെ സൂഫിയാക്കള് രാജാവ് പിടിച്ചുകൊണ്ട് കൊല്ലാൻ വിധിച്ചപ്പോൾ അബുൽ ഹസൻ നൂരി തങ്ങൾ എന്താ പറഞ്ഞത്? എന്നെ ആദ്യം കൊല്ലൂ. എന്തേ കാരണം? അത്രയെങ്കിലും ആ മഹാൻ ഇവിടെ ജീവിക്കട്ടെ, എന്നെ നിങ്ങൾ ആദ്യം കൊല്ലൂ. അങ്ങനെ ഓരോരുത്തരും പറയുന്നു എന്നെ ആദ്യം കൊല്ലൂ, ആ മഹാൻ ഇവിടെ ജീവിക്കട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെയല്ലേ മഹാന്മാർ? അവരുടെ മനസ്സിൽ മറ്റുള്ളവർക്കാണ് പ്രാമുഖ്യം, അവനവന്റെ നഫ്സിനല്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അതും വിശദീകരിക്കുന്നുണ്ട്. വയൻസുറു ഹസനതക, നിന്റെ നന്മകൾ അയാൾ പറഞ്ഞു നടക്കും. അങ്ങനെയുള്ളവനാണ് കൂട്ടാളിയായി ഉണ്ടാകേണ്ടത്. സയ്യതക, നിന്റെ കുറ്റമാരോടും പറയൂല. ഫൈലം തജിദുഹു, അങ്ങനെ ഒരു കൂട്ടാളിയെ നിനക്ക് കിട്ടുന്നില്ലെങ്കിലോ ഫലാ തസ്ഹബ്, നീ ആരെ കൂടെയും കൂടണ്ട. ആരെയും കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ആരെയും നിന്ദിച്ച് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഇനി ആർക്കെങ്കിലും വല്ല തെറ്റും ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വ്യക്തിയെ സ്വകാര്യത്തിൽ പറഞ്ഞ് നന്നാക്കുകയല്ലാതെ അദ്ദേഹവുമായി അദ്ദേഹത്തിന്റെ കുറ്റം മറ്റൊരാളോട് പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും ഒരു മഹാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഉറങ്ങുന്ന ആളുടെ തുണി അല്പം കാലിന്റെ തുടയുമെന്ന് നീങ്ങിപ്പോയി. നിങ്ങൾ എന്താ ചെയ്യാതെ? ഇപ്പൊ കൂടെ ഉള്ളവർ പറഞ്ഞു, ഞങ്ങളോടെ തന്നെ തുണിയാട് അങ്ങനെ ഇങ്ങോട്ട് നീക്കിയിട്ട് ആ തുട കാണുന്ന കാലിന്റെ തുട കാണുന്നത് ഇല്ലാതെയാക്കും. നിങ്ങൾ ആരെങ്കിലും എന്റെ അപ്പുറം കൂടി നോക്കുവോ? ആ കുറച്ച് വലിച്ചാക്കില്ലേ, ബാക്കി കൂടി ഒന്ന് വലിച്ചത്താക്കി നോക്കട്ടെ എന്ന് വിചാരിക്കോ? ഇല്ല. ഇതുപോലെ ഒരു മനുഷ്യന്റെ ഒരു കുറ്റം അറിയുമ്പോ അതിന്റെ അപ്പുറം എന്തുണ്ട്, അതിന്റെ അപ്പുറം എന്തുണ്ട് നോക്കിയിട്ട് കുറ്റവും നോക്കി നടക്കാൻ പാടില്ല. അത് ഈ ഉറങ്ങുന്നവന്റെ തുണി നീങ്ങിയപ്പോൾ ആ നീങ്ങിയ തുണിക്ക് മേലെ തുണിയിട്ട് പുതപ്പിക്കുന്നതിന് പകരം അപ്പുറത്തെന്തുണ്ട് എന്ന് ഉറക്കിൽ നോക്കുന്നവനെ പോലെയാണ് അവൻ എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അതുകൊണ്ട് ആരെയും കുറ്റം പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല, ആരെയും ഐബാക്കുന്ന കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല. ആരാണ് ഇവിടെ അമ്പിയാക്കളെ പോലെ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുന്നവരാരാണ്? തെറ്റ് ആർക്കും സംഭവിക്കാം, പക്ഷേ ആ തെറ്റ് സംഭവിച്ചവരെ സ്വകാര്യത്തിൽ വിളിച്ച് ഉപദേശിച്ച് നന്നാക്കുകയല്ലാതെ നമ്മൾ ആരെയും വഷളാക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ അദബാണ്, പരസ്പര സ്നേഹിക്കുമ്പോൾ വേണ്ട കാര്യമാണ് എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, അതുപോലെ നിർബന്ധമായതൊക്കെ ചെയ്യണം. മാതാപിതാക്കൾക്ക് വലിയ ആദരവ് നൽകണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, ഉസ്താദുമാരോട് ആദരവ് കാണിക്കണം.